നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അഭി, നീ കൂടുതലങ്ങ് കൊമ്പത്ത് കയറണ്ട. നിന്റെ വീട് തേടി വന്നതേ നിന്റെ വായിരിക്കുന്ന കേൾക്കാനല്ല. അമ്മ എന്നാ പിന്നെ എന്തിനാ എവിടെ ഇരിക്കുന്നേ? പോകാൻ പാടില്ലേ? അഭി, എനിക്ക് വേണം കുറച്ച് സ്വസ്ഥത. അതുകൊണ്ട് ദയവായി ഞങ്ങളെ ഞങ്ങളുടെ പാട്ടിന് വിട്ടേക്ക്. അമ്മയോടൊന്നിനും ഞങ്ങൾ വരുന്നില്ലല്ലോ. അഭി, ഇത്രയായാലും അമ്മയല്ലേ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. അവൻ പറയട്ടെ ഭാമേ, ഞാൻ തെറ്റ് ചെയ്തിട്ടാണല്ലോ എന്നെ കുറ്റപ്പെടുത്തുന്നേ. ദേമേ, ഇവിടെ ഒരു പാവാ. വെറുതെ ആവശ്യമില്ലാത്ത മോഹങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങളുടെ സന്തോഷം കളയരുത്. ആർക്കും ഒരു ശല്യവും ഇല്ലാണ്ട് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോളാം. അതല്ല അമ്മയ്ക്ക് അതിന് സമ്മതമല്ലെങ്കിൽ ഞങ്ങൾ മറ്റെവിടേക്കെങ്കിലും പൊക്കോളാം. വേണ്ടടാ, ഞാൻ കാരണം നീ എവിടേക്കും പോണ്ട. നിങ്ങളെ തേടി വന്നതാണല്ലോ ഞാൻ ചെയ്ത തെറ്റ്. ഇനി ഞാൻ വരില്ല, പോരെ. മാമേ, ഞാൻ പോവാ മോളെ, ക്ഷമിച്ചേക്ക്. അഭി, എന്താ ഇത്? അമ്മയോട് പോകരുതെന്ന് പറ. ബാമേ, നിനക്ക് അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിലേ നീയും കൂടെ അങ്ങ് ചെല്ല്. ഞാനും മോളും മതി ഇവിടെ. സോറി ഭാമേ, ഞാൻ കാരണം നീ ഇവനെ ഒറ്റയ്ക്കാക്കണ്ട. ഞാൻ തന്നെ പോയേക്കാം. അഭി, ബാമേ, നീ എന്ത് ധൈര്യത്തിലടി മോളെ അമ്മ ഏൽപ്പിച്ചിട്ട് പോയത്? നിനക്ക് അനുഭവിച്ചൊന്നും പോരായിരുന്നോ? നമ്മുടെ വീട് തേടി അമ്മ വന്നതല്ലേ അഭി, ഞാനത് അടിച്ചിറക്കി വിടണമായിരുന്നോ? അതെ, വീട്ടിലേക്ക് കേറ്റാനേ പാടില്ലായിരുന്നു. അത്രമാത്രം ദ്രോഹം അമ്മ നമുക്ക് ചെയ്തേക്കുന്നേ. നോക്കിക്കോ, ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ച എന്നാ പിന്നെ ഞാൻ എന്റെ മോളെ കൊണ്ടങ്ങ് പോയേക്കും. പറഞ്ഞേക്കാം. ഇതെന്ത് പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. എത്രമാത്രം ധൈര്യം ഉണ്ടായിട്ടാ അവള് കുഞ്ഞിനെ ആന്റിയുടെ കൊടുത്തിട്ട് വന്നത്. ഇത് വേറൊന്നും ആയിരിക്കില്ല മായേച്ചി, അമ്മയുടെ 19ാമത്തെ അടവായിരിക്കും. ഒരു രക്ഷയില്ലെങ്കിൽ പിന്നെ കണ്ണുനീരാ അമ്മയുടെ ആയുധം. ഇവിടെ അങ്ങനെ തന്നെയാവും സംഭവിച്ചത്. അമ്മ എന്ന് കരഞ്ഞപ്പോ ഭാമിച്ചി വീണു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ല അമ്മേ, അങ്ങനെ ആകാനും സാധ്യതയുണ്ട്. അമ്പാലിക ആന്റി ഭാമയോട് വന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാവണം. എന്ത് സംസാരിക്കാൻ? ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിലോ? എന്തായാലും അവരുടെ ഉദ്ദേശം അത്ര നല്ലതിനായിരിക്കില്ല. കാരണം നല്ലതിനായിരുന്നെങ്കിൽ അവരോട് നേരിട്ട് വന്ന് സംസാരിച്ചാണ്. അമ്പാലിക്കൊന്നും നേരിട്ട് വന്ന് സംസാരിക്കില്ല സേതു. അവരങ്ങനെ ആരുടെ മുന്നിലും തല കുനിക്കുന്നവരല്ല. ആര് പറഞ്ഞു? വനിതാ സംഘടനയില് അമ്മ സ്വയം നാറിയതുപോലെ ഒരാൾ ഇത്രയും നാണം കിട്ടില്ല. അതിന് കാരണക്കാരി ഭാവനേച്ചി ആയതുകൊണ്ടാ ഇപ്പോഴും ഭാവനേച്ചിയോട് ആ ദേഷ്യം. എന്റെ സംശയം ഇതൊന്നും അല്ല അമ്മേ. അമ്പാലിക ആന്റി ഭാമേച്ചിക്ക് എന്തെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിലോ? എത്ര നാളെന്ന് പറഞ്ഞാ വാടക വീട്ടിൽ കഴിയുന്നതെന്ന് ഭാമേച്ചിയും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഭാനു പറഞ്ഞതിനോടാ ഞാനും യോജിക്കുന്നത്. ഇവിടെയും കാശ് തന്നെയാണല്ലോ പ്രധാനം. കോടികൾ മൂടി വെച്ചിട്ട് അതിന് മുകളിൽ അടയിരിക്കുന്നവരാ ഇപ്പോ അമ്പാലിക ആന്റി. അപ്പൊ ഭരത്തിനും ഭാമയ്ക്കും എല്ലാം നമ്മളെക്കാൾ വലുതാണല്ലേ കാശ്. അതങ്ങനല്ലേ വരത്തുള്ളമ്മേ. പണ്ടേ അവനൊരു പണക്കാരനായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. നമ്മയ്ക്കറിയാലോ, ആ ഇഷ്ടം എപ്പോഴും ഉണ്ടാവും. ഇല്ലെങ്കിൽ തന്നെ ഇവൻ എന്ത് കണ്ടിട്ടാണ് ഈ ആവശ്യമില്ലാത്ത മോഹങ്ങളൊക്കെ? എടാ, ചുമ്മാ നോക്കിയിരുന്നാ പണക്കാരനാവോ? എങ്കിൽ പിന്നെ കൊള്ളാലോ. നമ്മളൊന്നും കാണുന്ന പോലെയും കരുതുന്ന പോലെയൊന്നും അല്ല അമ്മേ പലരും. എങ്ങനെയും സ്വന്തം നില ഭദ്രമാക്കാനേ നോക്കൂ. ഇവിടെ അതൊക്കെ തന്നെയാ നടക്കുന്നത്. കാര്യങ്ങളെല്ലാം ഭാവനയെ വിളിച്ചൊന്ന് പറയണം.
നേരെ ഒന്ന് വെളുത്തോട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ജയനിർമ്മല ആന്റിയുടെ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്കൊന്ന് വരട്ടെ അമ്മേ. പിന്നെ എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം. തീരുമാനിക്കണം മായേ, അല്ലാതെ ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ല. അമ്മ സമാധാനപ്പെട്. എന്തായാലും മൊത്തത്തിലൊരു അഴിച്ചുപണി നല്ലത് തന്നെയാണ്. പഴയതുപോലെ ഒത്തൊരുമയുടെ കഴിയാൻ മനസ്സില്ലാത്തവരൊന്നും ഇനി ഇവിടെ വേണ്ട. അതിനിപ്പോൾ ഞാനാണെങ്കിലും ശരി. സേതുവേട്ട മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല സേതുവേട്ട. ബന്ധങ്ങളുടെ വില അറിയാവുന്നവരോട് ഇതൊക്കെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. പണം മാത്രമാണ് ലോകം, പണം മാത്രമാണ് ജീവിതം എന്നൊക്കെ കരുതുന്നവർക്കൊന്നും ഇതൊന്നും പറ്റത്തില്ല. പറ്റുമല്ലെന്ന് നോക്കാം. ഇനി എന്താണേലും നമ്മുടെ വീട്ടിൽ പല സ്വഭാവത്തിൽ ജീവിക്കാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല. അതിനിപ്പോൾ ഭാവന കല്യാണം കഴിഞ്ഞു പോയോണ്ട് അവളെ എന്തും പറയാമെന്ന് ആരും വിചാരിക്കണ്ട. ഈ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു സേതുവേട്ടാ. ഈ വീടിന്റെ ഇതുവരെയുള്ള ഐശ്വര്യം ഭാവനിച്ച് തന്നെയായിരുന്നു. ഇനി അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാ എനിക്ക് പറയാനുള്ളത്. കല്യാണം കഴിഞ്ഞു പോയെങ്കിലും ഭാവനയുടെ മനസ്സ് ഇവിടെ തന്നെ ആയിരുന്നത്. പാവം, അവൾ എത്ര മാത്രം ഈ കുടുംബത്തെ സ്നേഹിച്ചവളാ. ഭരതേട്ടന്റെ മനസ്സിലെ ആവശ്യമില്ലാത്ത ചിന്തകൾ വേണം ആദ്യം മാറ്റിയെടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല സേതുവേട്ടാ. അവനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവണ്ടേ? ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വഴി നോക്കാം. ആദ്യം അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയട്ടെ. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ട ഭരതേട്ടനെ വഴിതെറ്റിക്കുന്നത്. അതാരാണെന്ന് കണ്ടുപിടിച്ച് കടിഞ്ഞാണിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സേതുവേട്ടാ. നീ വിഷമിക്കാതെ, അവൻ എന്തായാലും വരാതിരിക്കില്ല. നീ ഇവിടെ ഉള്ളതുകൊണ്ട് അവൻ അധികം ദൂരമൊന്നും പോകത്തില്ല. പെറ്റമ്മയായ എന്നെ പോലും അവനിപ്പോ വേണ്ടല്ലോ. അതാ എന്റെ പേടി. അവൻ വരും അമ്മേ, വരാതെ എവിടെ പോവാനാ? ആ, ദൈവം എന്താണോ തീരുമാനിച്ചേക്കുന്നത് അതുപോലൊക്കെ നടക്കട്ടെന്നേ. ഞാൻ ഇപ്പൊ വരാം. അഴുന്തതി, 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 അഴുന്തതി. അഴുന്തതി. ആഹാ, കൊള്ളാലോ, നന്നായിരിക്കുന്നു. നീ എന്താടാ പഴയ സേതുവിന് പഠിക്കാണോ? എന്താടാ നീ ഇതെവിടായിരുന്നു? അത് ചോദിക്കാൻ താനാരാ? നിർത്തടാ, നീ ആരെയാ കയറി താനെന്നൊക്കെ വിളിക്കുന്നത്? എന്ത് മനഃപൂർവ്വം തന്നെ വിളിച്ചത്? എന്നോട് പെരുമാറും പോലെ എനിക്ക് പെരുമാറാൻ പറ്റൂ. അതെ, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി അല്ല വന്നത്. അരുന്ധതിയെ കൊണ്ടുപോകാനാ. എങ്ങോട്ട്? എങ്ങോട്ടാ നീ അവളെ കൊണ്ടുപോകുന്നത്? അത് ഞാൻ തീരുമാനിച്ചോളാം. അരുന്ധതി, അരുന്ധതി, വാ, നമുക്കേ വേഗം പോവാം. വാ, നടക്ക്. എന്താ എവിടെയൊക്കെ അറിയാൻ നീ വരത്തുള്ളൂ? അതെ, അരുന്ധതി വരാന്ന് പറഞ്ഞാലും നീ എങ്ങോട്ടാ അവളെ കൊണ്ടുപോകണേന്ന് അറിയണം. ആഹാ, എന്നാ പറയാം. ഞാനൊരു വീടങ്ങ് വാടകയ്ക്ക് എടുത്തു. അവിടേക്കാ ഞാൻ അവളെ കൊണ്ടുവന്നത്. വീട് വാടകയ്ക്ക് എടുത്തുന്നോ? ആരും നീയോ? അതിനുള്ള കാശ് എന്തെങ്കിലുണ്ടോ? അതെന്താ, ഞാനൊരാണല്ലേ, ഞാൻ വിചാരിച്ച കാശ് ഉണ്ടാവത്തില്ലേ? ഭരതേട്ടൻ എന്തിനാ ഇങ്ങനെ എല്ലാരോടും തർക്കുത്തരം പറയുന്നേ? ഓ, അങ്ങനെ പറ്റൂ. ഇനി എവിടെ എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് അറിയാം. എന്നെ ഇവിടെ ആർക്കും ഒരു വിലയില്ലല്ലോ. ഇനി ഞാൻ കാണിച്ചു തരാം. അതെ, എവിടെ ഈ കുടുംബത്തിലെ അന്നദാതാവ് എവിടെ? എവിടെ? വിളിക്ക്, നിങ്ങളുടെ മുന്നാര മോളെ വിളിക്ക്.
മര്യാദയ്ക്ക് സംസാരിക്കാൻ. ഇപ്പൊ സംസാരിക്കുന്ന നീ അല്ല എന്നുള്ളത് നന്നായിട്ടറിയാം. ഇനി പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നിന്റെ പല്ല് ഞാൻ അടിച്ച് താഴെയിടും. വെറുതെ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആ പല്ലൊക്കെ പില്ലടിച്ച് താഴെടാം. ആദ്യം അമ്മയുടെ മോളെ വിളിക്ക്.